ദൈവത്തിൻ്റെ വചനത്തിന് പലപ്പോഴും പ്രാധാന്യം കൊടുക്കാതെ ലോകമോഹങ്ങൾക്കും മറ്റ് ഇതര ക്രിയകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ദൈവജനമെ കേൾക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായമാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അതിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 19-ാം വാക്യം: യഹൂദയിൽ ശേഷിപ്പുള്ളവരെ, നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. യഹൂദാജനം വളരെ ഒരു ആപത്ഘട്ടത്തിലായിരിക്കുന്ന പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് യിരെമ്യാ പ്രവാചകൻ അവരോട് ശക്തമായിട്ടുള്ള ദൂത് അറിയിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. യോശിയാവിൻ്റെയും യഹോവാഹാസിൻ്റെയും യഹോവാക്കീമിൻ്റെയും സിദക്കിയാവിൻ്റെയും കാലഘട്ടത്തിൽ ശക്തമായിട്ട് വചനപ്രഘോഷണവും പ്രവചനവും ദൂതും അറിയിച്ച ഒരു വ്യക്തിയാണ് കണ്ണുനീരിൻ്റെ പ്രവാചകനായ യിരെമ്യാ പ്രവാചകൻ. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ബാബിലോൺ വന്ന് യഹൂദയെ നിരോധിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവക്കീം രാജാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബാബിലോൺ രാജാവും അവിടുത്തെ പടനായകന്മാരും വന്ന് യഹൂദയെ, യെരൂശലേമിനെ നിരോധിക്കുന്നതും അവിടുത്തെ ആലയത്തിലെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ടുപോകുന്നതുമായിട്ടുള്ള ചിത്രീകരണം നമുക്ക് ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിലും യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിലും 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പ്രത്യേക പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു ഭാഗമുണ്ട്. ജനങ്ങൾ കടന്നു വന്ന് യിരെമ്യാ പ്രവാചകനോട് പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് 42-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് പ്രാർത്ഥനാ വിഷയം? യിരെമ്യാ പ്രവാചകനോട് ജനങ്ങൾ പറയുകയാണ്: നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അസംഖ്യമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, യഹൂദയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും പലരും പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല, യുദ്ധത്തെയും യുദ്ധഭീഷണിയെയും പട്ടിണിയെയും ഒക്കെ ഭയന്ന്, ക്ഷാമത്തെയൊക്കെ ഭയന്ന് ജനങ്ങൾ പല ദിക്കുകളിലേക്ക് ഒളിച്ചോടുന്ന ഒരവസ്ഥ. ഒത്തിരി പേര് മിസ്രയീമിലേക്ക് നാട് കടന്നു പോകുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ പഴയ തീരുമാനത്തിലേക്ക്, പഴയ ചിന്തയിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്ത് ജനങ്ങൾ യിരെമ്യാവിനോട് പോയി പറയുകയാണ്: ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ഒന്ന് അപേക്ഷിക്കണം, ഞങ്ങൾ ചുരുക്കം പേരായിട്ട് മാത്രം ശേഷിച്ചിരിക്കുകയാണ്. അതിനുത്തരമായിട്ട് യിരെമ്യാ പ്രവാചകൻ പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. 10-ാമത്തെ വാക്യം: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ ആ ജനങ്ങളോട് പറയുകയാണ്: നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായിട്ടാണ് ഇസ്രായേൽ ജനങ്ങൾ അല്ലെങ്കിൽ യഹൂദ ജനങ്ങൾ ഇപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന അവകാശദേശത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധഭീഷണികളും ക്ഷാമങ്ങളും ദേശത്തിൽ അധികമായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് പിന്മാറിപ്പോകേണ്ട ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ പലരും സ്വമേധായ ബാബിലോണിലേക്കും പലരും അവരുടെ ഇഷ്ടപ്രകാരം മിസ്രയീമിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതാ യിരെമ്യാവ് പ്രവചനമായിട്ട് പറയുകയാണ്: നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, ദൈവം നിങ്ങളെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാമെന്ന് പ്രാരംഭത്തിൽ തന്നെ യിരെമ്യാവിനോട് ഈ ജനങ്ങൾ പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് ആര് പറയുകയാണ്? യിരെമ്യാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ച ജനങ്ങൾ പറയുകയാണ്. പക്ഷേ ഇവർ ചെയ്തെന്തെന്നറിയാമോ? ഇവർ വീണ്ടും ആ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടനുസരിക്കാതെ അവർ മിസ്രയീമിലേക്ക് യാത്ര തിരിക്കുന്ന ഭാഗം 43, 44, 45 അധ്യായങ്ങളിലും അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം കേട്ട്
അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും കൂടെ യിരെമ്യാ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്. 13-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കുകയില്ല, യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതുമായ ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്തേക്ക് ചെന്ന് പാർക്കും എന്ന് പറയുന്നുവെങ്കിൽ യഹൂദയിൽ ശേഷിപ്പുള്ളവരെ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയുകയാണ്. ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ചു അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രയീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും, അവിടെ വെച്ച് നിങ്ങൾ മരിക്കുമെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ വചനം വാഗ്ദത്തത്തിന്റെ വചനമാണ്, അതനുസരിക്കുവാനുള്ള വചനമാണ്. അതനുസരിക്കാതെ പോയാൽ അവർ ശിക്ഷാവധിയിലേക്ക് അകപ്പെടുവാനായിട്ടിടയായിത്തീരും. 43-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്, നമ്മയൊക്കെ അതിശയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. 10-ാമത്തെ വാക്യം, 43-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വെക്കും, അവൻ അവരുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും. അതായത് മിസ്രയീമ്യരെയും വിടത്തില്ല, യഹൂദയിൽ മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, മിസ്രയീമ്യരെയും വിടാതെ ഞാൻ സകലരെയും നിർമൂലനാശമാക്കും എന്നുള്ള ശക്തമായുള്ള ദൂതാണ് ആര് പറയുന്നത്? യിരെമ്യാവ് ഇതാ യഹൂദ ജനങ്ങളോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, എന്താണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തിന്റെ വചനം അപ്പാടെ അനുസരിക്കുവാനുള്ള വചനങ്ങളാണ്. ദൈവം തമ്പുരാൻ നേരിട്ട് യിരെമ്യാ പ്രവാചകനിലൂടെ സംസാരിച്ച ജനങ്ങളോട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അനുസരിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വചനത്തിന് പലപ്പോഴും പ്രാധാന്യം കൊടുക്കാതെ ലോകമോഹങ്ങൾക്കും മറ്റ് ഇതര ക്രിയകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ദൈവജനമെ കേൾക്കുക, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.